ആയിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളായിരിക്കും ആസ് യൂഷ്വൽ. നമ്മുടെ എന്താ പറയുക, ഏകദേശം എല്ലാ കുടുംബത്തിലും അങ്ങനെയാണ്. സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വ്യക്തി മരിച്ചു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതായത് എൽഡറായിട്ടുള്ള ആരെങ്കിലും മരിച്ചു പോകുന്ന സമയത്ത്, അച്ഛനോ അമ്മയൊക്കെ മരിച്ചു പോകുന്ന സമയത്ത് അവസാനം ഉള്ള ഒരു വ്യക്തി പിന്നെ സ്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറച്ചു കാലമായിട്ട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി എന്നുള്ളതാണ്. ഇവരുടെ സിസ്റ്റർ ഇൻ ലോ ആണെന്ന് തോന്നുന്നു. യെസ്, നിങ്ങൾ ആ വീഡിയോ കറക്റ്റായിട്ട് പോയി കണ്ടാൽ മതി. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഷേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലിൻ്റെ അകത്ത്. അവരുടെ യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇൻസ്റ്റയിലാണ് കണ്ടത്. ഓക്കെ, അപ്പം ഇവരുടെ സിസ്റ്ററിനെ പിന്നെ ഭർത്താവിൻ്റെ ചേട്ടൻ മർദ്ദിച്ചു. അതായത് നടു റോട്ടിൽ വെച്ച്, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ച് അടിക്കുകയും ഇവരുടെ വസ്ത്രം ഫ്രണ്ടിൽ നിന്ന് പിന്നെ വലിച്ചു കീറി ആ സ്ത്രീയെ പിന്നെ റോഡിലിട്ട് ചവിട്ടി കൂട്ടി ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭർത്താവല്ല കേട്ടോ, ഭർത്താവിൻ്റെ സഹോദരനാണ്. അപ്പോൾ ഈ ഭർത്താവ് ഇവിടെ, വേർ ഇസ് യുവർ ഹസ്ബൻഡ്സ്? ആ മൊണ്ണേഷ് ഇവിടെ, മൊണ്ണ ഇവിടെ അവൻ. സീരിയസ്ലി, നിങ്ങളുടെ ഭർത്താവ് ഒരു മൊണ്ണയാണ്, ഒരു പിന്നെ ശുപ്പാണ്ടിയാണ് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണിത്. മനസ്സിലായില്ലേ? നിങ്ങളെ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നല്ല വിശ്വാസം നിങ്ങളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനുള്ളതുകൊണ്ടാണ് നിങ്ങൾ തല്ലിയത്. ഇവിടെ കുറ്റം പറയേണ്ടതും തച്ച് കണ്ണു വിളിക്കേണ്ടതും നിങ്ങളുടെ ഭർത്താവിൻ്റെയാണ്. എനിക്കൊന്നും സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്നതാ. അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു പില്ലറായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീലെന്തിനാ കല്യാണം കഴിക്കുന്നത്? എൻ്റെ ചോദ്യം. സീരിയസ്ലി. അപ്പോൾ കഴിഞ്ഞ ദിവസം ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വരികയുണ്ടായി. അതായത് ആ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അവർ തമ്മിലുള്ള സ്വത്ത് തർക്കമാണ്. അപ്പോൾ ഈ പറയുന്ന വീട്ടിലെ സ്വത്ത് തർക്കത്തിൽ ചേട്ടൻ അനിയൻ്റെ ഭാര്യേനെ തല്ലി, അതോ ചേട്ടൻ്റെ ഭാര്യേനെ അനിയൻ തല്ലി, അങ്ങനെ എന്തോ സംഭവമാണ്. എന്തായാലും ഇവർ റോഡിലിട്ട് തല്ലി. അപ്പോൾ അങ്ങനെ തല്ലി വലിച്ച് ആകെ സീനായിട്ട് അവർ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ചിയേഴ്സ് വിത്ത് ആഷ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ആ ചേച്ചി വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ പലരും എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കേട്ടിട്ടുള്ള ആ ഒരു പ്രശ്നത്തിനെ അപലപിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലാരും പറയാത്ത ഒരു പ്രത്യേക ഒരു കാര്യം നമ്മുടെ ഹെലനോസ് പാട്ട പറഞ്ഞു. അതായത് ആരും ശ്രദ്ധിക്കാത്ത ഒരു പോയിൻ്റാണ് നമ്മുടെ ഹെലനോസ് പാട്ട പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? അത് വേറൊന്നുമല്ല, അതായത് ഈ അടി കൊണ്ട ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു മൊണ്ണയാണ്, ഒരു ശുപ്പാണ്ടിയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. അല്ല ഹെലനോസ് പാട്ട ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലേ? ഇപ്പം നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നു, ആ പോകുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നിങ്ങളെ തല്ലി എന്ന് വെക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ വീട്ടിലുള്ളവർ മൊണ്ണ ആയതുകൊണ്ടാണ് അവർ വന്ന് തല്ലുന്നത്? അല്ലല്ലോ. ആ പറയുന്ന ചേച്ചിയുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അയാൾ നോക്കി നിൽക്കുകയാണോ അടി കൊണ്ടത്? ഇതൊന്നും അറിയാതെ വെറുതെ വന്നിട്ട് ആ മൊണ്ണയാ ശുപ്പാണ്ടിയാ അയ്യോ അവനെയൊക്കെ എടുത്തിട്ട് എന്തോന്നടേ ഇത്? ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്. അതായത് ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും നോക്കി നിന്നതാണെങ്കിൽ ഈ പറയുന്ന ഹെലനോസ് പാട്ടൻ്റെ കൂടെ നമ്മൾ നിൽക്കും. ഈ പറയുന്ന ഹെലനോസ് പാട്ട പറഞ്ഞ കറക്റ്റ് പോയിൻ്റ് ആണെന്ന് നമ്മൾ പറയും. പക്ഷേ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്കറിയില്ല. അതിൽ വേറൊരു കാര്യമുണ്ട്, ഹെലനോസ് പാട്ടേൻ്റെ ഭാഗത്ത് ചെറിയൊരു പോയിൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഈ പറയുന്ന ആഷ് ഇട്ട വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതായത് ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല, ഭർത്താവ് എവിടെയായിരുന്നു എന്ന് പറയുന്നില്ല. ഇന്നിപ്പം അവരൊരു വീഡിയോ, ഹെലനോസ് പാട്ടേൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അവർ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. തളർത്തുന്ന രീതിയിലുള്ള സംസാര ശൈലികൾ ദയവ് ചെയ്ത് യൂട്യൂബേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക. ഇത്തരം രീതിയിലുള്ള ഭർത്താക്കന്മാരെ, എസ്പെഷ്യലി ഹെലനോസ് പാട്ടൊക്കെ, നിങ്ങൾക്ക് എന്താണ് അയാളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്? ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാര്യം അറിയാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തതാണ്. ഇന്ന് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചത് എനിക്ക് റിപ്ലൈ തരാൻ തോന്നിയില്ല. എന്ത് കാര്യം തോട്ടിയിട്ട് പിടിച്ച് അതൊരു കണ്ടന്റ് ആക്കി ഇടുന്ന നിനക്കൊന്നും എനിക്ക് റിപ്ലൈ തരണമെന്നോ എനിക്കൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് തരാതിരുന്നത്. എന്തെങ്കിലും കാര്യം അറിയുന്നതിന് മുന്നേ ഇതുപോലെ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് സംസാരിക്കാതിരിക്കുക ദയവ് ചെയ്ത്. നിങ്ങൾ എന്തെങ്കിലും ട്രൂത്ത് അറിഞ്ഞിട്ട് വേണം ഇതുപോലെയുള്ള ആൾക്കാരെ വിളിക്കാനായിട്ട്. ആ കുട്ടിക്ക് ഇപ്പോൾ എത്രത്തോളം മാനസികാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെയും ഓരോ കുടുംബാലൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ദൈവത്തോർത്ത് വഴി വെക്കരുത്. എനിക്കിത്രേ പറയാനുള്ളൂ. സോ എന്താണെങ്കിലും ഞാനിപ്പോൾ ഇത് പറയേണ്ടി വന്നത്, ആൾക്കിതും ഭയങ്കര പ്രഷറുണ്ട്, നമ്മളെ ഫാമിലിയിലെ ആൾക്കാർക്ക് നല്ലൊരു പ്രഷറുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട് കുട്ടീനെ കൊണ്ട് വേറൊരു വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു ഭർത്താവ്. അപ്പം ഒന്നും അറിയാതെ വന്നിട്ട് ഇങ്ങനെ മൊണ്ണയാണ്, മൊണ്ണേശനാണ്, ശുപ്പാണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ?
ഹെൽനോസ് പാട്ട ചേച്ചി ചേച്ചി പറയുന്നത് പോലെ ഇവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ശരിക്കും തലേ ദിവസത്തെ വീഡിയോയിൽ തന്നെ പറയേണ്ടതായിരുന്നു ഈ പറയുന്ന ഭർത്താവ് എവിടെ പോയതാണ് എന്നുള്ളത്. ഇപ്പോൾ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. ഇപ്പോൾ അവരെ തല്ലിയതിനെതിരെ കേസ് എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിഷയം തന്നെ, ഇന്നലത്തെ ഇവരുടെ വീഡിയോത്തെ വിഷയം. അപ്പം അതിൻ്റെ അകത്ത് വന്നിട്ട് ഭർത്താവ് മോശമാണ് അല്ലെങ്കിൽ ഭർത്താവ് കൊള്ളൂല, നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്നത് ശരിയാണോ? കാരണം എല്ലാ വിഷയത്തെക്കുറിച്ചും കൂടുതൽ ഗ്രാഹ്യമുള്ള ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന ഒരു പബ്ലിക് ഫിഗർ തന്നെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് സത്യസന്ധമാണോ എന്നുള്ളത് മറ്റുള്ളവരും ചിന്തിക്കും. ശരിയാണല്ലോ, ഹെൽനോസ് പാട്ട പറഞ്ഞത് കറക്റ്റ് ആണല്ലോ, ഭർത്താവിന് എന്താണ് പരിപാടി, ഭർത്താവ് വെറും മൊണ്ണയാണല്ലോ. കാരണം വേറെ ഒരാളുടെ വീഡിയോയിൽ ഞാനിത് കണ്ടില്ല, ഞാൻ കാണാത്തതാണെന്നറിയില്ല, ഒരാളുടെ വീഡിയോയിലും ഭർത്താവ് മൊണ്ണയാണ് അല്ലെങ്കിൽ ഭർത്താവ് നോക്കി നിന്നൊന്നും എവിടെയും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഹെൽനോസ് പാട്ട ഈ പറഞ്ഞ ഈ ഒരു വാചകം എന്ന് പറയുന്നത് കുറച്ച് ഓവറായിപ്പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ശശിയായിരുന്നോ എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പിന്നെ പോട്ട്. എന്തായാലും ഹെൽനോസ് പാട്ടയുടെ പറഞ്ഞത് ശരിക്കും കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇങ്ങനത്തെയുള്ള കേസുകളിലൊക്കെ യൂട്യൂബിൽ തന്നെ നിൽക്കുന്ന ഒരാളുടെ റിലേറ്റീവ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ. അപ്പോൾ അവരും ഇതേപോലെ വന്നിട്ട് ഇതിനുള്ള മറുപടി തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ചിലപ്പം ഇപ്പോൾ ഹെൽനോസ് പാട്ട പറഞ്ഞ ആ ഒരു വാക്യത്തിൽ ഭർത്താവിനെ കുറിച്ച് പറയാം, പക്ഷേ പറയുമ്പം ഈ പറയുന്ന മൊണ്ണ അല്ലെങ്കിൽ മണ്ടൻ, ശുപ്പാണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം ഈ ഭർത്താവ് എവിടെ പോയത്, അവന് ഒന്ന് തിരിച്ചടിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള രീതി പറയുമായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്കറിയുന്ന ഒരാളാണ് ഈ പറയുന്ന ഭർത്താവ് എന്നുള്ള രീതിയിലാണ് ഹെൽനോസ് പാട്ട പറഞ്ഞത്. നമുക്കറിയുന്നവനാണ്, അവൻ വെറും മണ്ടനാണ്, അവൻ വെറും ശുപ്പാണ്ടിയാണ്, അവനെ കൊണ്ടൊന്നും കൊള്ളു, വെറുതെ എന്തിനാണ് നീ എന്നെ കല്യാണം കഴിച്ചത് എന്ന രീതിയിൽ പറയുന്നത് പോലെയാണ് ആ വീഡിയോയിൽ കണ്ടത്. ഏതായാലും വായിന്ന് വരുന്ന ഓരോ വാക്കുകളാണ്. ചിലപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക നിർഗളമായിട്ട് ഇങ്ങനെ വായിന്ന് പൊഴിഞ്ഞു പോകുന്നതായിരിക്കും. എന്തായാലും സംഭവം പറഞ്ഞത് തെറ്റായിപ്പോയി. അപ്പം അതിനുള്ള മറുപടിയായിട്ട് നമ്മുടെ ആഷ് വന്നിട്ടുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഹെൽനോസ് പാട്ട അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ വീഡിയോ ഇട്ടത്. പക്ഷേ ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വന്നു പോയതുകൊണ്ട് അതിപ്പോൾ നേരെ തിരിച്ചടിച്ചു, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ലപ്പാ, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എന്താ പറയുക, നാവിന് എല്ലില്ലാണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഇമോഷണലായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു പോകും, സാരമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ ഇതേപോലെയാണ്, നമ്മൾ ചിലപ്പം ഇങ്ങനെ പറയുന്നതിൻ്റെ പറച്ചിലിൽ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ് ഇതിൽ അപ്ലോഡെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അത് പറയണ്ടായിരുന്നു, അല്ലെങ്കിലും ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞത് എന്നൊക്കെ തോന്നുക. അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോഴായിരിക്കും നമുക്ക് ആ തെറ്റ് മനസ്സിലാവുക. ഇപ്പം അതുകൊണ്ട് തന്നെ ഹെൽനോസ് പാട്ട ഇപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ചേച്ചി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും ആ സ്ത്രീ അനുഭവിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ഹെൽനോസ് പാട്ട പറഞ്ഞിട്ടുമുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ വാക്കുകളിൽ എന്തെങ്കിലും ഇതേപോലെ പ്രശ്നങ്ങൾ നമ്മുടെ പുറകെ കൂടും എന്നുള്ളതിന് വീണ്ടും ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന കേസ്. ഏതായാലും അവരുടെ കേസ് ഇപ്പം FIR ഇട്ടിട്ടുണ്ട് എന്നൊക്കെ അശ്വിൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഈ പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് അടികിട്ടി ഹോസ്പിറ്റലായി എന്നൊക്കെ. പിന്നെ അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇനിയിപ്പം പതിയെ ഓരോരുത്തർ വന്ന് പറയുമായിരിക്കും. അപ്പം നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം.